ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റേറ്റ് ദാറ്റ് വി ഏൺ ഓൺ എൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ പേ ഓൺ എ ലോൺ. നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്നത് ഏതൊരു ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെയാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും, ആക്ച്വൽ റേറ്റ് എങ്ങനെയാണ് ഡിഫറെന്റ് ആകുന്നത് എന്ന്. ബാങ്ക് മെൻഷൻ ചെയ്യുന്ന റേറ്റ് ആണല്ലോ നമ്മൾ ഇതിനെ മുന്നേ എടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത്. നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് പറയും 6% ഓർ 8%. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ നമ്മൾ പേ ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബാങ്ക് ഈ മെൻഷൻ ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ആക്ച്വലി പേ ചെയ്യുന്നത്. കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബാങ്ക് മെൻഷൻ ചെയ്ത റേറ്റിനേക്കാളും ഒരു സ്മോൾ എമൗണ്ട് കൂടിയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്നത്. അപ്പോൾ 6% എന്നാണ് ബാങ്ക് പറയുന്നതെങ്കിൽ നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്നത് 6.2% ഓർ 6.3% ഓർ 6.4% അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ചെറിയൊരു ഡിഫറൻസ് വന്നല്ലോ. അങ്ങനെ ആ ഡിഫറൻസ് വരുന്ന റേറ്റിനെയാണ് നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് എന്തുകൊണ്ടാണ് ബാങ്ക് മെൻഷൻ ചെയ്ത റേറ്റിനേക്കാൾ അധികം വരുന്നത്? കാരണം അവിടെ എഫക്റ്റ് ഓഫ് കോമ്പൗണ്ടിങ് എന്ന ഒരു സംഭവം വരുന്നുണ്ട്. ആ എഫക്റ്റ് ഓഫ് കോമ്പൗണ്ടിങ് കൂടെ കൺസിഡർ ചെയ്ത റേറ്റിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ടു കമ്പയർ ബിറ്റ്വീൻ two interest rates when the compounding period is different. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാണ് ഒരു ലോണിന് വേണ്ടിയിട്ട്. അപ്പൊ ബാങ്ക് നമ്മളോട് പറയാണ് ലോൺ തരാം, 5 lakhs ലോൺ തരാം for 2 years. Interest rate is 6% and it is compounded annually. Annually compound ചെയ്യുന്ന 6% ഇൻട്രസ്റ്റ് റേറ്റിന് 2 വർഷത്തേക്ക് നമുക്ക് 5 lakhs ലോൺ തരാമെന്ന് ആ ബാങ്ക് പറഞ്ഞു. നമ്മൾ ഇതേ ആവശ്യത്തിനായിട്ട് മറ്റൊരു ബാങ്കിനെ സമീപിക്കുകയാണ്. ആ സെക്കൻഡ് ബാങ്ക് നമ്മളോട് പറയുന്നു 5 lakhs നിങ്ങൾക്ക് ലോൺ തരാം 2 വർഷത്തേക്ക് 6% ഇൻട്രസ്റ്റിന് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. തേർഡ് ബാങ്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയാണ് നിങ്ങൾക്ക് 5 lakh തരാം 2 വർഷത്തേക്ക് at 6% interest compounded quarterly. അപ്പോ ഇതിലേത് ബാങ്കിനെ നമ്മൾ ചൂസ് ചെയ്യും? 5 lakh ആണ് തരുന്നത്, 2 വർഷത്തേക്കാണ്, 6% ഇൻട്രസ്റ്റ് ആണ്. 3 ബാങ്കും ഒരേപോലെ. ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് ബാങ്ക് ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്, സെക്കൻഡ് ബാങ്ക് സെമി ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്, തേർഡ് ബാങ്ക് ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അവിടെയാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളെ സഹായിക്കുന്നത്. എന്താണ് ഈ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ്? ആനുവലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വർഷത്തിൽ ഒരു തവണ കോമ്പൗണ്ടിങ് വരുള്ളൂ. സെമി ആനുവലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഒരു വർഷം 2 തവണ കോമ്പൗണ്ടിങ് വരും. 2 തവണ കോമ്പൗണ്ടിങ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ കോമ്പൗണ്ടിങ് പീരീഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പലിന്റെ മുകളിലാണ്. പ്രിൻസിപ്പൽ ഇൻടു 6%. സെക്കൻഡ് കോമ്പൗണ്ടിങ് പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ടിങ് പീരീഡ്. ആ എമൗണ്ടിന്റെ മുകളിലാണ് 6% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആദ്യത്തെ കോമ്പൗണ്ടിങ് പീരീഡിലെ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. കാരണം പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് അതിന്മേലാണല്ലോ ഇത്തവണ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് 2 തവണ ഒരു വർഷത്തിൽ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ്. ഇനി തേർഡ് ബാങ്ക് എന്താ ചെയ്യുന്നത്?
ഒരു വർഷത്തിൽ 4 തവണ കോമ്പൗണ്ട് ചെയ്യാണ് ക്വാർട്ടർലി. അപ്പോ ഓരോ പീരീഡിൽ കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടി കൂട്ടിയ എമൗണ്ടിന്മേലാണ് അടുത്ത പീരീഡിൽ വീണ്ടും കോമ്പൗണ്ട് ചെയ്യുന്നത്. 4 തവണ ആ കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് വരും. അപ്പൊ തേർഡ് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 6% എന്ന് പറഞ്ഞാലും അതൊരു 6.3%ഓ 6.4%ഓ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 3 ബാങ്കുകളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടിങ് പീരീഡ് ഏറ്റവും കുറഞ്ഞ ബാങ്കിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ബാങ്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ കോമ്പൗണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ എമൗണ്ട് എടുത്തിട്ടുള്ളത് 2 വർഷത്തേക്കാണ്. 2 വർഷത്തേക്കുള്ള ലോൺ ആണ്. അപ്പൊ ഫസ്റ്റ് ബാങ്ക് ആ ഒരു എമൗണ്ട് 2 തവണ മാത്രമേ കോമ്പൗണ്ട് ചെയ്യുകയുള്ളൂ. സെക്കൻഡ് ബാങ്ക് സെമി ആനുവലി ആണ്. ഒരു വർഷം 2 തവണ കോമ്പൗണ്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 2 വർഷം 4 തവണ കോമ്പൗണ്ടിങ് വരും. അപ്പൊ 6% എന്നുള്ളത് കൂടിപ്പോവും. ഇനി തേർഡ് ബാങ്ക് ഒരു വർഷം തന്നെ 4 തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വർഷത്തേക്ക് 8 തവണ കോമ്പൗണ്ട് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരിക തേർഡ് ബാങ്കിന്റെ കേസിലാണ്. ഫസ്റ്റ് ബാങ്കിലും കോമ്പൗണ്ടിങ് എഫക്റ്റ് വരും. കാരണം 2 തവണ കോമ്പൗണ്ട് ചെയ്യുമല്ലോ 2 വർഷത്തിന്. പക്ഷെ കമ്പാരിറ്റീവ്ലി കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് കുറവായിരിക്കും. അതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. ഏത് ബാങ്കിനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മള് ആക്ച്വലി ബാങ്ക് സ്റ്റേറ്റ് ചെയ്യുന്ന റേറ്റിനെ എഫക്റ്റീവ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ നോക്കുന്നത് ഏത് ബാങ്കിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന്. സോ ഇൻ ദി കേസ് ഓഫ് effective rate of interest, we are converting the mentioned rate into effective rate. Effective annual interest rate നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഒരു ഫോർമുലയുണ്ട്. It is equal to 1 plus I by n whole raised to n minus 1. ഇതില് I എന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് മെൻഷൻ ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്, സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതിന്റെ കൂടെ നമ്പർ ഓഫ് പീരിയഡ്സ്, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ്സ് ഇതും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് സിമ്പിൾ ആയിട്ട് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. വാട്ട് വുഡ് ബി ദ എഫക്റ്റീവ് റേറ്റ് if the stated rate is 6% compounded half yearly, quarterly and monthly? അപ്പോൾ ബാങ്ക് 6% ഇൻട്രസ്റ്റിനാണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. അത് ഹാഫ് ഇയർലി ആയിട്ട് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി വരുന്ന എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, ക്വാർട്ടർലി ആണെങ്കിൽ എന്താണ്, മന്ത്ലി ആണെങ്കിൽ എന്താണ് എന്ന് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ഹാഫ് ഇയർലി എടുക്കാം. ഹാഫ് ഇയർലി ആവുമ്പോൾ 2 കോമ്പൗണ്ടിങ് പീരീഡ് വരും. ഒരു വർഷത്തില് 2 തവണ കോമ്പൗണ്ടിങ് പീരീഡ് വരും. അപ്പൊ n is 2 and I is 6%. 6% എന്ന് പറയുമ്പോൾ 6 divided by 100 that will be 0.06. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. So effective rate will be 1 plus 6 divided by 100 divided by 2 whole raised to 2 minus 1. So that will be 2 plus 0.06 divided by 2 whole raised to 2 minus 1 and അതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.0609 minus 1 and that will be 0.0609. ഇത് നമുക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി into 100 ചെയ്യാം. അപ്പോ when multiplied with 100 നമുക്ക് കിട്ടുന്നത് 6.09% ആണ്. ബാങ്ക് സ്റ്റേറ്റ് ചെയ്തത് 6% ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഒരു വർഷത്തിൽ 2 തവണ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് 6.09% ആണ്. ഇനി നമുക്ക് ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ 4 തവണ കോമ്പൗണ്ട് ചെയ്യുന്നു. അപ്പോൾ n 4 ആണ്. I 6% തന്നെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ effective rate is equal to 1 plus 6% divided by 4 whole raised to 4 minus 1. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.0614
-1 കിട്ടും. ദാറ്റ് ഈസ് 0.061. അത് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദ പെർസെന്റേജ് ഇസ് 6.1%. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി നോക്കിയപ്പോൾ 6.09% ആയെങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ആ 6% എന്നുള്ളത് 6.1%ലേക്ക് മാറുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മന്ത്ലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. മന്ത്ലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ 12 തവണ കോമ്പൗണ്ട് ചെയ്യുന്നു. അപ്പോൾ n is equal to 12. I നേരത്തെ പറഞ്ഞതുപോലെ 6%. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 plus 6% divided by 12 whole raised to 12 minus 1 കിട്ടുന്നു. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 0.062. അത് നമുക്ക് പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ 6.2% ആണ് കിട്ടുന്നത്. അപ്പൊ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്തപ്പോൾ 6% എന്നുള്ളത് 6.09% ആയി. ക്വാർട്ടർലി വന്നപ്പോൾ അത് 6.1% ആയി. മന്ത്ലി കോമ്പൗണ്ട് ചെയ്തപ്പോൾ ആ സെയിം എമൗണ്ട് തന്നെ നമുക്ക് 6.2% ഇൻട്രസ്റ്റിലാണ് വരുന്നത്. ഇതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഡിഫറൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡെസിഷൻ എടുക്കാൻ കഴിയും. ഏത് ബാങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിങ് പീരീഡ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും കോമ്പൗണ്ടിങ് പീരീഡ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 6% ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ ഒരു വർഷത്തിൽ ആ 6% നമുക്ക് വരുള്ളൂ. മറ്റേത് ഹാഫ് ഇയർലി ആണെങ്കിൽ അത് 6.09 ആകുന്നു. ക്വാർട്ടർലി വരുമ്പോൾ അത് 6.1% ആകുന്നു. മന്ത്ലി വരുമ്പോൾ അത് 6.2% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വെച്ചും കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല A is equal to P into 1 plus R by 100 whole raised to n. അതിന് നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുക? ഇൻട്രസ്റ്റ് is equal to amount minus principal. ഇതിൽ P പ്രിൻസിപ്പൽ ആണ്, n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ annum. ഈ ഫോർമുല നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദ സെയിം ഫോർമുല നമുക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാനും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഈസ് അറ്റ് 8% ക്വാർട്ടർലി. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ പ്രിൻസിപ്പൽ നമുക്കൊരു 100 rupees ആയിട്ട് എടുക്കാം. n ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം 4 തവണ കോമ്പൗണ്ടിങ് പീരിയഡ്സ് വരുന്നുണ്ട്. സോ n വിൽ ബി 4. ഒരു വർഷം 4 കോമ്പൗണ്ടിങ് പീരിയഡ്. സോ 1 into 4 that will be 4. R is equal to 8%. 8% ഒരു വർഷത്തേക്കാണ്, 8% per annum. അപ്പോ ക്വാർട്ടർലി വരുമ്പോൾ നമുക്കത് 8 divided by 4 ചെയ്യേണ്ടി വരും. ഒരു വർഷത്തേക്ക് 8% ആണെങ്കിൽ ഓരോ ക്വാർട്ടറിലും 8% എടുക്കില്ലല്ലോ. 8 divided by 4 ആണ് എടുക്കുക. അപ്പോൾ 2% ആണ് ഓരോ ക്വാർട്ടറിലും വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. So R is equal to 8 divided by 4, that is 2. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 100 into 1 plus 2 divided by 100 whole raised to 4. അപ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 100 into 1.02 whole raised to 4, that is 108.24. ഇതാണ് എമൗണ്ട്. നമ്മൾ 100 രൂപ പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കേണ്ടത് 108.24 ആണ് ഒരു വർഷത്തിന് ശേഷം. ഇനി നമുക്ക് ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. സോ 108.24 മൈനസ് 100, ദാറ്റ് ഈസ് 8.24. അപ്പൊ അത് നമ്മൾ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 8.24% ആണ് ഇൻട്രസ്റ്റ്. ആക്ച്വലി പറഞ്ഞത് 8% ഇൻട്രസ്റ്റ് പെർ annum എന്നാണ്. പക്ഷെ നമ്മൾ ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്
8.24% ആണ്. ഈ ഇൻക്രീസ് വരുന്നത് ക്വാർട്ടേർലി കോമ്പൗണ്ടിങ് ആയതുകൊണ്ടാണ്. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ ഇത്ര തന്നെ വരില്ല, ചിലപ്പോൾ ഒരു 8.1% ഒക്കെ ആയിരിക്കും. ഇനി മന്ത്ലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടും. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഈ ഫോർമുല വെച്ചോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോർമുല വെച്ചോ നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. രണ്ട് ഫോർമുല വെച്ച് കമ്പ്യൂട്ട് ചെയ്താലും നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.